ഹലോ മക്കളെ, സ്വർഗം ഇത് മാത്രമാണ് സ്വർഗം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ കയറണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. വാവ്, ഇത് മാജിക് കാരണമല്ല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്ത് രസമാണ്. പക്ഷെ ഫോണിലൊന്നും ഇതിന്റെ ഭംഗി ഒട്ടും കിട്ടുന്നില്ല. നേരിട്ട് കാണുന്ന എന്ത് രസാന്നറിയോ. അടിപൊളി അടിപൊളി സാധനം. ഇവിടെ ഫുഡ് ഇവിടെയാണ്. നമ്മളപ്പോ ബൊഫെ ഇവിടെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഉള്ളില്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നമുക്ക് ബൊഫെ ഫുഡ് എങ്ങനെയാണ്, ബൊഫെ ടേബിളിലോട്ട് പോകണം. നമുക്ക് ഫുഡ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മൈൻഡ് കട്ടായിരിക്കുകയാണ്. ഡ്രീമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡ്രീം. കാണിച്ചു തരേ. നിറയെ ഐറ്റംസ് ഉണ്ട്. തിന്ന് മരിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഒന്ന് ആലോചിക്കണം. ഇതാണ് നമുക്ക് ബി 291 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബി 291 കൗണ്ടർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ കണ്ടല്ലോ B31 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം. നോക്കാം. സോ ഇതാണ് നമ്മുടെ വ്യൂ, ഫുഡ് കഴിക്കാനുള്ള വ്യൂ. എൻ്റെ ദൈവമേ, ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും. ശരിക്കും ഞെട്ടിപ്പോവും എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവും. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കാണേണ്ടതാണ്, ഒരിക്കലെങ്കിലും കാണേണ്ടതാണ്. അത്ര മനോഹര. ഇത് ചിലപ്പോൾ ഈ കാണുന്നതല്ല, ഇതിൽ കൂടെ കാണുന്നത് എത്രത്തോളം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇത് നോക്കിക്കേ നിങ്ങള്, ഇത് നോക്കിയേ. ഇതാണ് ഇതിന്റെ വ്യൂ. എന്റെ കൊണ്ടിട്ട് എങ്കിട്ടോ പോയിട്ട്. ഓക്കെ, വിശേഷം. കഴിച്ച് ഫുഡ് എടുത്തിട്ട് കാണിക്കാവേ. അപ്പോൾ ഫുഡ് ആദ്യത്തെ ഇന്ത്യൻ ഫുഡ് എടുത്തു, നോൺ വെജ് ഫുഡ്. ഇന്നൊന്ന് പൊളിക്കണം. ഇവിടുത്തെ എല്ലാതും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾ അത്യാവശ്യം എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ വാഷ്റൂം മാത്രം ഒന്ന് കാണിച്ചു തരാം. ഇന്നെൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര ലക്കിയസ്റ്റ് മാൻ ഞാൻ തോന്നുന്നത്. ബാത്റൂം മാത്രം ഒന്ന് കാണിച്ചു തരേ എങ്ങനെയാന്ന്. ഹാൻഡ് വാഷ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടർന്ന് ഇനി നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിരിക്കുക, അതിന് കൈ കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓ എൻ്റെ ദൈവമേ, ഇതെന്താ അവന്മാര് കാണിച്ചു വെച്ചിരിക്കണേന്ന് മാത്രം നമുക്കറിയില്ല. ഇത് നോക്കിക്കേ, ജസ്റ്റ് ഒരു ഹാൻഡ് വാഷ് ഏരിയയാണ്. ഇത് നോക്കിക്കേ, ജസ്റ്റ് ഒരു ഹാൻഡ് വാഷാ. സീൻ. ഇത് നോക്കൂ. അങ്ങനെ നമ്മൾ എങ്ങനെ എനിക്കിതിനെ വിശേഷിപ്പിച്ച് തരണമെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് അടിപൊളി പ്ലേസാ ഇത്. നോക്കിക്കേത്. ഇല്ല, പോയില്ല. ഇത് മെയിലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയ്യെ കഴുകി ഇറങ്ങി. ഇവിടെ നമ്മൾ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോ ഉണ്ട്. കുറച്ച് ആർട്ടിസ്റ്റൊക്കെ വന്ന് നല്ല അടിപൊളി ഷോ ആണ് കേട്ടോ ഇവിടെ.
അത് നമുക്കിവിടെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല. അപ്പോൾ നമ്മളതെല്ലാം ലോക്കറിൽ വെച്ചിട്ട് ഷോ കണ്ടു. അവിടെ നിന്ന് നമ്മൾ കണ്ടിറങ്ങി ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളിയല്ലേ, നോക്കിക്കത്, അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്. ഇതൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടോ, ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അത് നോക്കിയത് ഭയങ്കര ബ്യൂട്ടി അല്ലേ ഇത്. ഇതൊക്കെ നമ്മൾ ഭയങ്കര സൂപ്പറാട്ടോ. ഇതെങ്ങനെയാണ് പറഞ്ഞറിയിക്കാന്ന് അറിയാത്ത. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ മാജിക്കൽ കാർണിവലിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇതുണ്ടോ, എല്ലാവരും ഇറങ്ങി 12 മണി വരെ ഷോ ഉണ്ട് ഇവിടെ. പക്ഷേ എല്ലാവരും അത് കഴിഞ്ഞു, അങ്ങനെ എല്ലാവരും ഇറങ്ങേണ്ട വഴിയിൽ നമ്മൾ ഇറങ്ങി. നമ്മൾ മെല്ലെ നിന്നിട്ട് തന്നെ ഇറങ്ങുന്നേ. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചിലപ്പോൾ ഇതായിരിക്കും നമ്മൾ ലാസ്റ്റ് ടൈം ഇതിനുള്ളിൽ വരിക. ഇനി നമ്മൾ ഈ കൺട്രി വിസിറ്റ് ചെയ്യുമോ എന്നുള്ളത് ഡൗട്ടാണ്. നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ്. അപ്പോൾ ഇത് ആസ്വദിക്കാണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് മാത്രം. ഇത് കണ്ടില്ലേ, ഇതാണ് ലുക്ക്. ഇത് നോക്കിക്കേ, വിസു. അപ്പോൾ ഇതാണ് ആംബിയൻസ്. 12 മണി വരെ ഷോട്ട് എന്നാ പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സമയം നമ്മളിവിടെ നിൽക്കും. വാവ്, സർപ്രൈസ് നോക്കിയേ. വാവ്, ഇന്ന് നമ്മൾ പോകുമ്പോൾ കണ്ടേ ഇല്ല. ധൃതിയിൽ ഏത് വഴിക്കാ ഓടിയെന്ന് പോലും അറിയില്ല. ഇത് നോക്കിയത് വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല. ശരിക്കും വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം. ഒരിക്കലേ വിസിറ്റ് ചെയ്യൂ. അത് മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഇത് നോക്കിക്കേത്, ഇവരെന്താ ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് അറിയാത്ത ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വല്ലാത്തൊരു ഫീലിങ്സും വല്ലാത്തൊരു അനുഭവം നമുക്ക് തരുന്നേ. അത് നേരിട്ട് കണ്ടാലേ ഇതിനെ കുറിച്ച് അറിയുള്ളൂ. പറയാന്ന് വിചാരിക്കും, പക്ഷെ അല്ല. ഇത് നോക്കി, ഇത് എന്റെ ബാക്കിൽ നിൽക്കുന്നത് ഒരു എന്താ പീക്കോക്കാണ്. പീക്കോക്ക് പോലെയാണ്. ഡിയർ. പീക്കോക്ക് ഡിയർ ഇതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. ഡിയറിന്റെ ഒക്കെ ചെറുത് പീക്കോക്കൊക്കെയാണത്. പക്ഷെ ഒന്നും കിട്ടില്ല നമുക്ക്. അപ്പൊ ഇതൊന്നും കിട്ടില്ല നമുക്ക്. വാക്കുകളില്ല മാൻ, നമുക്ക് വാക്കുകളില്ല. കൊറേ കാര്യങ്ങളായിട്ട് വരാട്ടോ. ഫോട്ടോസ് എടുക്കാം. ബൈ ഗൈസ്. 2 ഫോട്ടോ എടുത്തോണ്ടെങ്കിൽ സംഗതി ഡാമേജാ. ശരി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണില്ല, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ക്ഷമ ഉണ്ടല്ലോ, ഭയങ്കര ക്ഷമയാട്ടോ. നമ്മളാണ് ഏറ്റവും ലാസ്റ്റത്തെ ആള്. വേറെ ആരും ഇതിൻ്റെ ഉള്ളിലില്ല. ഒന്നും പറയണില്ല. നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അവർ സൈഡിൽ കൂടെ അത് കാണാതെ മാറി പോകുന്നല്ലാതെ ഒരു വാക്ക് നമ്മളോട് ടൈം ആയിരുന്നോ അല്ലെങ്കിൽ ഒന്നും അവർ സംസാരിക്കില്ല. അതവർ ഇന്നല്ല, ഇപ്പോൾ ഒരു നമ്മളെ ടൂറിസ്റ്റ് ഗൈഡല്ല, നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവർ വണ്ടി അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യാണ്. ഇപ്പോഴും നിലവിൽ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. അവർക്കൊരു കുഴപ്പമില്ല, അവർ ഡ്യൂട്ടിയാണത്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഡ്യൂട്ടി പോലെയാണ് അവർ ചെയ്യുന്നത്. അത് ഭയങ്കര അടിപൊളിയാട്ടോ. അത് എന്താ, നമ്മളത് പറയാൻ മാത്രം വലിയ ആൾക്കാരൊന്നുമല്ല. നമ്മൾ ചെയ്യൂല, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളത് അനുഭവിക്കുക. അത് കാരണം അങ്ങനെ ഇത്ര സമയത്ത് ഇത്ര മണി ഇത്ര കറക്റ്റാണ് അവർ നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ നിന്ന് വിടുന്നത്. സോ എല്ലാവരും ഡ്യൂട്ടി പറഞ്ഞാൽ കറക്റ്റായിരിക്കും അവർക്ക്. അത് ഭയങ്കര എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാ. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ എക്സ്പീരിയൻസ് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരാളില്ല ഇവിടെ, കണ്ടോ, ഒരു മനുഷ്യനില്ല. ഈ അവിടെ അവർ ക്ലോസ് ചെയ്യുന്ന നമുക്ക് വേണ്ടി മാത്രം നിൽക്കുക. അവർ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മാറിപ്പോകണമെന്നോ ഇല്ല. നമ്മൾ ഇറങ്ങി പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഉണ്ടോ?
നമുക്ക് തന്നെ തോന്നുകയാണ് പോയാലോ എന്ന്. എൻ്റെ ഇന്നർ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുക